രമ്യ ഈ പറഞ്ഞതുപോലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില, അതായത് $100 മുകളിലേക്ക് കുതിച്ചുയർന്ന ക്രൂഡ് ഓയിൽ വില അത് ബാരലിന് $80 മുതൽ $84 വരെയായി കുറഞ്ഞിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ക്രൂഡ് ഓയിലിന്റെ ഒഴുക്ക് സുഗമമായി തന്നെ ഹോർമസിലൂടെ കടന്നു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ വില $80 താഴേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നിലവിൽ നിരവധി ആളുകൾ പരിശോധിക്കുന്നത്. എന്നിരുന്നാൽ പോലും പലതരത്തിലുള്ള ആശങ്കകൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതായത് ഇത്തരമൊരു സംഘർഷം ഉണ്ടായി, താൽക്കാലിക വിരാമം എന്ന രീതിയിലാണ് ഇതിനെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഈ 107 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ഒരു താൽക്കാലികമായെങ്കിലും ഒരു പരിസമാപ്തി ഉണ്ടായ സാഹചര്യത്തിൽ ഇനി ഇത് ആരംഭിക്കുമോ എന്നുള്ള സംശയം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായി പറയുകയാണെങ്കിൽ, അതായത് ജൂൺ 14 ഇന്നലെ ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഞായറാഴ്ചയോടുകൂടി തന്നെ ഈ യുദ്ധം അവസാനിക്കാനായി പോകുന്നു. ഇറാൻ എല്ലാവിധ നിബന്ധനകളും അംഗീകരിച്ചിരിക്കുന്നു. ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ച് അമേരിക്കയും സമ്മതം മൂളിയതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും ചേർന്നുകൊണ്ട് അത്തരമൊരു കരാറിൽ ഒപ്പുവെക്കുന്നുവെന്ന് ട്രംപ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ട്രംപിന്റെ 80ാം പിറന്നാളിന് ട്രംപിന് നൽകുന്ന ഒരു പിറന്നാൾ സമ്മാനം എന്ന രീതിയിൽ അതിനെ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നാലും അവസാന നിമിഷമെങ്കിലും ഇറാൻ ഈ കരാറുമായി യോജിച്ച് മുന്നോട്ട് പോകുന്നു എന്ന സൂചന നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മണിക്കൂറുകളിൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. അത് ലെബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായ ആക്രമണം നടത്തിയത്. സംഭവ സമയത്ത് തന്നെ 3 മുതൽ 5 വരെ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തൊട്ടു പിന്നാലെ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുക എന്നുള്ള ഒരു നീക്കം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ ഒരു സംഘർഷം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു സമാധാന കരാറിലേക്ക് കടക്കുന്നു, ഹോർമുസ് തുറക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദങ്ങളൊന്നും തന്നെ, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇറാനും കപ്പലുകളെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഭാവിയിൽ എന്താകും എന്നുള്ളൊരു ആശങ്ക നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനിയും ഇത്തരത്തിലൊരു ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്ന ഒരു സാഹചര്യമോ യുദ്ധസമാനമായ സാഹചര്യമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാനുള്ള ഒരു സാഹചര്യം ഇല്ലേ എന്ന ചില തോന്നൽ പല രാജ്യങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ റിസർവ് അത് ഉയർത്താനുള്ള ഒരു നീക്കത്തിലേക്ക്, അതായത് കൂടുതൽ ക്രൂഡ് ഓയിലുകൾ വാങ്ങിക്കൂട്ടുക, എണ്ണ ശേഖരം വർദ്ധിപ്പിക്കുക എന്ന നിലയിലേക്ക്, നമുക്ക് ഇന്ത്യയിലെ സാഹചര്യം ഒക്കെ തന്നെ അറിയാവുന്നതാണ്. നമുക്കൊരു 2 മാസത്തേക്കുള്ള വ്യക്തമായ ക്രൂഡ് ഓയിൽ ശേഖരം ഉണ്ടെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയ സാഹചര്യത്തിന് തൊട്ടു പിന്നാലെ ഇനി മുന്നോട്ട് ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു എമർജൻസി ബാക്കപ്പ് എന്ന രീതിയിലേക്ക് ഒരു 6 മാസത്തേക്കെങ്കിലുമുള്ള ക്രൂഡ് ഓയിൽ ശേഖരം അങ്ങനെ വാങ്ങിക്കൂട്ടാൻ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ, എന്തിനേറെ പറയുന്നു ചൈനയും ഇന്ത്യയും അത്തരത്തിലൊരു നീക്കം കൈക്കൊണ്ടാൽ തന്നെ വലിയ തരത്തിലുള്ള ക്രൂഡ് ഓയിൽ പ്രതിസന്ധി ആഗോളതലത്തിൽ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരമൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഈ അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ വില $100 മുകളിലേക്ക് കുതിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു ഭാഗത്ത് ക്രൂഡ് ഓയിൽ വില കുറയുമെന്ന കാര്യത്തിന് കൂടുതൽ ആക്കം ലഭിക്കുന്നുണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ, സ്ഥിതിഗതികളൊക്കെ തന്നെ മാറി മറിയുകയാണെങ്കിൽ അതിന് വിപരീതമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളൊരു ആശങ്കയും നിലവിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു സമാധാന കരാറിനെ തുടർന്ന് എണ്ണ വിതരണം തടസ്സമില്ലാതെ തന്നെ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ നിമിഷം വരെയും നമ്മൾ കരുതുന്നത്. എന്നിരുന്നാലും വില ഇടിയാനുള്ള ഒരു കാരണമായി ഇതിനെ പറയുന്നെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ആവശ്യത്തിനുള്ള എണ്ണയുടെ സ്രോതസ്, അത് ഈ പറയുന്ന ഇറാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു സംഘർഷം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം അടക്കം പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ആ ഒരു സംശയം തന്നെയാണ് ഇതിനാക്കം കൂട്ടുന്നതും. എന്തു തന്നെയായിരുന്നാലും നമുക്കൊരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം. ഇന്ത്യയിലടക്കം ക്രൂഡ് ഓയിൽ വിലയിൽ കുറവുണ്ടായത് കൊണ്ട് പെട്രോൾ ഡീസൽ വിലകളിൽ മാറ്റം വരുമെന്നുള്ള ഒരു പ്രതീക്ഷ അടക്കം നിലവിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കൂ. ആദിത്യൻ, അത് മാത്രമല്ല ഇപ്പോൾ സമാധാന കരാറിലേക്കൊക്കെ നീങ്ങിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള നമുക്കറിയാം നിരവധി തർക്ക വിഷയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെ വിശ്വസിക്കാമല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അതെല്ലാം തന്നെ ഒരു പരിഹാരത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനായി സാധിക്കുന്നത്. കാരണം ഇപ്പോ ഈ ഒരു യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിട്ടുള്ള ഖത്തർ ആയിക്കോട്ടെ, ബഹ്റിൻ ആയിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ, സൗദി അറേബ്യ ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു. അത് അമേരിക്കയ്ക്ക് നേരെയുള്ള ആക്രമണം എന്ന രീതിയിലായിരുന്നാൽ പോലും ഇവരുടെ എണ്ണ ശുദ്ധീകരണശാലകളിലടക്കം ശക്തമായ ആക്രമണം നടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന അപകടം അത് വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അപകടമാണെന്നുള്ള ഒരു സംശയം അടക്കം ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരും മാസങ്ങളിൽ വളരെ പണിപ്പെട്ട് മാത്രമായിരിക്കും പഴയ നിലയിലേക്ക് എത്തിക്കാനായി സാധിക്കുന്നത്. അതായത് മുൻ
സാഹചര്യങ്ങളിൽ, അതായത് ഈ പറയുന്ന 100 ദിവസത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലല്ല ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്ക് ഈ എണ്ണ വിതരണം സുഗമമായ രീതിയിൽ കൊണ്ടുപോകാനായി അവരുടെ തകർക്കപ്പെട്ട പ്ലാന്റുകളൊക്കെ തന്നെ പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ആശങ്ക ഇപ്പോഴും അകന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ ആശങ്ക പരിഹരിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ആദ്യം സാധിക്കണം. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് വീണ്ടും പഴയപടിയാക്കാനുള്ള ശ്രമകരമായ ദൗത്യത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ മുന്നിൽ കാണുന്ന ഒരു വിഷയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.